കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറൊക്കെയാണ് പറഞ്ഞത് അല്ലേ, എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുന്നതെന്നും ഓരോ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ നോക്കുകയാണ്. നമ്മൾ കുറച്ച് C++ പ്രോഗ്രാംസൊക്കെ എങ്ങനെയാണ് എഴുതുന്നത്, ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ടു ഡിസ്പ്ലേ എ മെസ്സേജ്, അതായത് ഒരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യുക. നമ്മൾ മുന്നേ എക്സാമ്പിളായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെയാണ്. ഒരു മെസ്സേജിനെ വെറുതെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു C++ പ്രോഗ്രാം എഴുതാൻ പോവാണ്. അതിന് തന്നെ നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ കണ്ടോ സ്ലാഷ് സ്റ്റാർ സ്റ്റാർ സ്ലാഷ് അതുപോലെ ഡബിൾ സ്ലാഷ്, ഇതാണ് നമ്മൾ പറഞ്ഞ കമൻസ്. സിംഗിൾ ലൈൻ കമൻറ്റ് അതുപോലെ മൾട്ടി ലൈൻ കമൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണതിൻ്റെ ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ ഇതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്താണ് സിംഗിൾ ലൈൻ കമൻറ്റ്, എന്താണ് മൾട്ടി ലൈൻ കമൻറ്റ് എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യാനൊരു C++ പ്രോഗ്രാമിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, #include IOStreamH ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. IOStreamH എന്ന് പറയുന്ന ഹെഡർ ഫയലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂസിങ് നെയിം സ്പേസ് STD, നമ്മളുടെ നെയിം സ്പേസ് ഐഡൻറ്റിഫയർ അടക്കം നമ്മൾ എഴുതി. അതും രണ്ടും കോമൺ ആയിട്ട് നമ്മൾ എഴുതും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്താൽ ഇൻറ്റ് മെയിൻ, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എഴുതുക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ എന്താണോ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എഴുതുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യാനാണ് അല്ലേ, അപ്പോൾ നമ്മൾ ഇതിലെഴുതും Cout അല്ലേ, ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ നമ്മൾ Coutലാണ് എഴുതാറ്. അപ്പോൾ Coutൽ എഴുതുക ഡബിൾ കോട്ട്സിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അതാണ് ഇപ്പോൾ നമ്മളുടെ മെസ്സേജ്. അപ്പോൾ നമ്മളത് ഡബിൾ കോട്ട്സിൽ എഴുതി സെമികോളൻ ഇട്ടു, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്താൽ റിട്ടേൺ 0 എഴുതുക, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ഒരു മെസ്സേജിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എഴുതുന്ന പ്രോഗ്രാം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ടു ഫൈൻഡ് ദ സം ഓഫ് 2 ഇൻറ്റീജർ നമ്പേഴ്സ്. ടു ഫൈൻഡ് ദ സം ഓഫ് 2 ഇൻറ്റീജർ നമ്പേഴ്സ്, അതായത് 2 ഇൻറ്റീജർ നമ്പേഴ്സിൻ്റെ ഇൻറ്റീജർ നമ്പേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, പോയിന്റ് ഇല്ലാത്ത നമ്പറുകൾ, അത് ഏത് വേണമെങ്കിലും ആവാം, പോയിന്റ് ഇല്ലാതിരുന്നാൽ മതി. 2 ഇൻറ്റീജർ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക, തുക കണ്ടുപിടിക്കാം. ഇപ്പോൾ A എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, B എന്ന് പറയുന്ന ഒരു നമ്പറാണെന്നുണ്ടെങ്കിൽ സം എങ്ങനെ കണ്ടുപിടിക്കും, സം ഈക്വൽ ടു A+B. A+B എന്ന് പറയുന്നതാണ് സം. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കണം, ആദ്യം തന്നെ ഹെഡർ ഫയൽ എഴുതി #include IOStream യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ എന്താ വേണ്ടത്, നമ്മൾ അൽഗോരിതം എഴുതുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യം എന്താ ചിന്തിക്കുക, നമുക്ക് ഉള്ള വാരിയബിൾസ് എന്തൊക്കെയാണെന്നാണ് ചിന്തിക്കുക. പ്രോഗ്രാം എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ്, നമുക്ക് വേണ്ട വാരിയബിൾസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ തന്നെ ഡിക്ലെയർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇൻറ്റീജർ നമ്പേഴ്സിൻ്റെ സമ്മാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഇൻറ്റീജർ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്പേഴ്സൊക്കെ എന്ത് ടൈപ്പ് ആയിരിക്കും, ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആയിരിക്കും. ഇൻറ്റുകൾ തമ്മിൽ കൂട്ടി കിട്ടുന്ന തുക എന്തായിരിക്കും, ഇൻറ്റു തന്നെയായിരിക്കും. അപ്പോൾ ഇൻറ്റു എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് വെക്കുക. അപ്പോൾ എത്ര വാരിയബിൾസ് നമുക്ക് വേണം, 2 നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ 2 വാരിയബിൾസ് വേണം. 2 നമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള 2 വാരിയബിൾസ് വേണം. പിന്നെയോ സമ്മ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വാരിയബിളും കൂടെ വേണം, സം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 3 വാരിയബിൾസ് നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ 3 വാരിയബിൾസും ആദ്യമേ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുക. അപ്പോൾ എന്ത് എഴുതുക, ഇൻറ്റ് num1, num2, സം, 3 വാരിയബിൾസ് എഴുതി സെമികോളൻ ഇടുക, കഴിഞ്ഞു. ഇതാണ് വാരിയബിൾ ഡിക്ലറേഷൻ, അത് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് എന്ത് എഴുതുക, ഒരു മെസ്സേജിനെ പ്രിൻറ്റ് ചെയ്യുക. എന്താ മെസ്സേജ്, Coutൽ എഴുതുക എൻ്റർ 2 നമ്പേഴ്സ്. യൂസർ കൊടുക്കുകയാണ്, നമ്മൾ ആദ്യമേ തന്നെ num1 ഈക്വൽ ടു 20, num2 ഈക്വൽ ടു 30 അങ്ങനെ എഴുതി വെക്കണില്ല. യൂസർ തന്നെ ഇൻപുട്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കാം, അതിനനുസരിച്ച് നമുക്ക് സമ്മ് കിട്ടും, അങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുകയാണ്, ആദ്യം തന്നെ എന്താണ് എൻ്റർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ എന്താ പറയുക, എൻ്റർ 2 നമ്പേഴ്സ് എന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ആദ്യമേ തന്നെ കാണാൻ പറ്റും എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, എന്താ ചെയ്യുക, എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, യൂസർ 2 നമ്പേഴ്സിനെ എൻ്റർ ചെയ്യും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സീൻ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂസർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സീൻ, നമ്മൾ 2 നമ്പേഴ്സിന് ഇൻപുട്ട് ചെയ്യണ്ടേ, ഒന്ന് num1നും കൊടുക്കണം, ഒന്ന് num2നും കൊടുക്കണം. അപ്പോൾ നമ്മൾ num1 num2 സീൻ num1 num2 എഴുതി.
അപ്പോൾ ഈ സീൻ നമ്പർ നം2 ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്താം, 2 നമ്പേഴ്സിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് അത് കിട്ടി അല്ലേ, 2 നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അവിടെ ഇന്റേണലി എന്ത് കണ്ടുപിടിക്കും, സം കണ്ടുപിടിക്കും. നെക്സ്റ്റ് ലൈൻ സം ഈക്വൽ ടു നം1 പ്ലസ് നം2, സം കണ്ടുപിടിച്ചു. സം എന്ന് പറയുന്ന വേരിയബിളിൽ ഇപ്പം നം1ഉം നം2ഉം പ്ലസ് ചെയ്തതിൻ്റെ സം ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആ സമ്മിന് എന്ത് ചെയ്യണം, നമുക്ക് കാണാൻ പറ്റുമോ, ഇല്ല. അതിനെന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. സി ഔട്ടിൽ സം ഓഫ് ദി എൻറ്റേർഡ് നമ്പേഴ്സ് ഈക്വൽ ടു നമ്മളൊരു മെസ്സേജ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ വരും. സം ഓഫ് ദ എൻറ്റേർഡ് നമ്പേഴ്സ് ഈക്വൽ ടു, ഏതിലാണ് സം ഇരിക്കണേ, ഈക്വൽ ടു കഴിഞ്ഞിട്ട് എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, സമ്മ് കാണണം അല്ലേ. അപ്പോൾ നമ്മളുടെ വാരിയബിൾ ആയിട്ടുള്ള സമ്മിനെ വെക്കാം. ഇങ്ങനെയാണ് സ്ട്രിങ്ങും അതുപോലെ തന്നെ വാല്യൂയും കൊടുക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട്സിലിടുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വാല്യൂവിനെ വെക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ആ പുട്ട് ടു ഓപ്പറേറ്റർ വെക്കുക, എന്നിട്ട് ആ വാരിയബിളിൻ്റെ പേര് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ സമ്മ അവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. കഴിഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ. സമ്മ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ലാസ്റ്റ് റിട്ടേൺ 0 പറയാം, ക്ലോസ് ചെയ്യാം. ഒന്നുകൂടെ ഓവറോൾ പറയാം, സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാട്ടോ പറയണേ. ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന വാരിയബിൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് അതിനെയൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താണോ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഇൻപുട്ട് ചെയ്യാനായിട്ട് ഒരു മെസ്സേജ് ജസ്റ്റ് ഒന്ന് വെക്കാം. അപ്പം നമുക്ക് എന്താ കൊടുക്കേണ്ടതെന്നൊക്കെ പെട്ടെന്ന് ഒരു യൂസറിന് നോക്കിയാൽ മനസ്സിലാവില്ലേ. അപ്പോൾ എൻ്റർ ദി 2 നമ്പേഴ്സ് എന്ന് പറയാം. പിന്നെ ആ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നു, സം ഇന്റേണലി കണ്ടുപിടിക്കുന്നു, സമ്മിനെ ഡിസ്പ്ലേ ചെയ്യുന്നു, റിട്ടേൺ 0 പറയുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ എഴുതിയിട്ടുണ്ട് എൻ്റർ 2 നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് കണ്ടു. നമ്മൾ എന്ത് ചെയ്തു, 5ഉം 7ഉം എൻ്റർ ചെയ്തു. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ താഴെ വരും സം ഓഫ് ദി എൻറ്റേർഡ് നമ്പേഴ്സ് ഈക്വൽ ടു 12. ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് 3 CE സ്കോർസ്. അതായത് 3 മാർക്കുകൾ അല്ലെങ്കിൽ 3 സ്കോറുകളുടെ ആവറേജ് കണ്ടുപിടിക്കണം. നമ്മളൊരു ആവറേജ് കണ്ടുപിടിക്കുന്നത് അൽഗോരിതമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും. 3 നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹാഷ് ഇൻക്ലൂഡ് IOStream എഴുതി, യൂസിങ് നെയിം സ്പേസ് std എഴുതി, ഇൻറ്റ് മെയിൻ എഴുതി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ, നമുക്ക് എന്തൊക്കെ വാരിയബിൾസ് വേണം എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ വാരിയബിൾസ് വേണം, 3 സ്കോറുകളുണ്ട്. അപ്പോൾ 3 സ്കോറുകളുടെ വാരിയബിൾസ് വേണം, സ്കോർ 1, സ്കോർ 2, സ്കോർ 3. ഇനി എന്ത് വേണം, സമ്മ എന്ന് പറയുന്നൊരു വാരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതായത് ആദ്യമേ സമ്മ് കണ്ടുപിടിച്ച് ഡിവൈഡഡ് ബൈ 3 ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ടോട്ടലി പ്ലസ് ചെയ്ത് കഴിഞ്ഞ് ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്താലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ സം എന്ന് പറയുന്ന ഒരു വാരിയബിൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ സ്കോർ 1, സ്കോർ 2, സ്കോർ 3 വേണം അല്ലേ. പിന്നെന്താ നമുക്ക് വേണ്ടത്, ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ആവറേജ് അല്ലെങ്കിൽ AVG എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു വാരിയബിൾ കൂടെ വേണം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ സ്കോർ 1, സ്കോർ 2, സ്കോർ 3 ഇൻറ്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. AVG എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഇപ്പോൾ സ്കോർ 1, സ്കോർ 2, സ്കോർ 3 പ്ലസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുമ്പോൾ ഇൻറ്റ് ടൈപ്പ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. പക്ഷെ ആവറേജ് എന്ന് പറയുന്നത് എന്താ, AVG വേണമെങ്കിൽ നമുക്ക് ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി നമ്മൾ 3 നമ്പേഴ്സിനെ ഡിവൈഡഡ് ബൈ ചെയ്യണ സമയത്ത് ഫ്രാക്ഷണൽ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് അല്ലേ. അപ്പം നമുക്ക് പോയിന്റ് വരാണ്ടിരിക്കാം. അപ്പോൾ പോയിന്റോട് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് AVG എന്ന് പറയുന്നൊരു വാരിയബിളിന് ഫ്ലോട്ട് ടൈപ്പിൽ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്കോർ 1, സ്കോർ 2, സ്കോർ 3 ഇൻറ്റിൽ ഡിക്ലെയർ ചെയ്തു, AVG എന്ന് പറയുന്ന വാരിയബിൾ ഫ്ലോട്ടിലും ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക അല്ലേ. എന്താ ഇൻപുട്ട് ചെയ്യാൻ പറയണ്ടേ, എൻ്റർ ദി 3 CE സ്കോർസ്. സി ഔട്ടിൽ എഴുതുക, എൻ്റർ ദ 3 CE സ്കോർസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, സ്കോർസുകൾ എൻ്റർ ചെയ്യും. അപ്പോൾ എന്താ, സീൻ സ്കോർ 1, സ്കോർ 2, സ്കോർ 3 ഇൻപുട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ നാം പിന്നെ എന്താ അവിടെ കണ്ടുപിടിച്ചാൽ മതി, ആവറേജ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. നോക്കിയേ താഴെ, AVG ഈക്വൽ ടു സ്കോർ 1 പ്ലസ് സ്കോർ 2 പ്ലസ് സ്കോർ 3 ഡിവൈഡഡ് ബൈ 3.0. അതായത് 3.0 ജസ്റ്റ് ഒരു ഫ്രാക്ഷണൽ നമ്പർ ആയിട്ട് അവിടെ കൊടുത്തു, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, 3.
അപ്പോൾ AVG എന്ന് പറയുന്ന വാരിയബിളിൽ ആവറേജ് സ്കോർ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇനി അതിന് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സി ഔട്ടിൽ ജസ്റ്റ് ഒരു മെസ്സേജിനോടൊപ്പം തന്നെ ആവറേജ് ഡിസ്പ്ലേ ചെയ്യാണ്. ആവറേജ് CE സ്കോർ ഈസ് എന്ന് പറഞ്ഞിട്ട് AVG എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ആവറേജ് സ്കോർ കാണാൻ പറ്റും. ഇവിടെ താഴെ അതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ എന്താ ഉള്ളത്? എൻ്റർ ദ 3 CE സ്കോർസ്. അവിടെ 3 സ്കോറുകൾ എൻ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? 17, 19, 20. അപ്പോൾ തന്നെ അടിയിൽ വരും ആവറേജ് CE സ്കോർ ഈസ് 18.666666. കണ്ടോ? ആ ഫ്രാക്ഷണൽ പാർട്ടോട് കൂടി തന്നെ ആവറേജിന് അവിടെ പ്രിന്റ് ചെയ്തു. അതെന്തുകൊണ്ടാണ്? AVG എന്ന് പറയുന്ന ഒരു വാരിയബിള് ഫ്ലോട്ട് ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഫോർ എ ഗിവൺ റേഡിയസ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു സർക്കിളിൻ്റെ തന്നിരിക്കുന്ന ഒരു സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും, പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും, അതിൻ്റെ ഇക്വേഷൻസ് നമുക്കറിയണം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ πr² ആണ്. πr². r എന്ന് പറയുന്നത് എന്താ? റേഡിയസ്. പിന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? 2πr അല്ലേ? 2πr എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുക. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം? വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം അല്ലേ? എന്തൊക്കെ വാരിയബിൾസ് വേണം? ഈ πr² ആണെങ്കിലും 2πr ആണെങ്കിലും നമുക്ക് ഏതൊക്കെ വാരിയബിളാണ് വേണ്ടത്? ഒന്ന് പൈ വേണം, 2 r വേണം. r എന്ന് പറയുന്നത് എന്താ? റേഡിയസിന് വേണ്ടിയിട്ട് r വേണം. പിന്നെ എന്തൊക്കെ വേണ്ടത്? ഏരിയ എന്ന് പറയുന്ന ഒരു വാരിയബിൾ വേണം, ഏരിയ കണ്ടുപിടിക്കാൻ അല്ലേ? പിന്നെ പെരിമീറ്റർ എന്ന് പറയുന്ന ഒരു വാരിയബിൾ വേണം, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ. അപ്പം 4 വാരിയബിൾസ് ആവശ്യമുണ്ട്. ഇവിടെ നോക്കുക, കോൺസ്റ്റ് ഫ്ലോട്ട് പൈ ഈക്വൽ ടു 22.0/7. അതായത് പൈയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കോൺസ്റ്റൻ്റ് ആണല്ലോ, പൈ എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സഡ് വാല്യൂ ആണ്. അപ്പോൾ പൈയുടെ വാല്യൂ അവിടെ ഫിക്സഡ് ആക്കി കോൺസ്റ്റ് എന്ന് പറയുന്നതിൽ ഫ്ലോട്ട് വാല്യൂ ആയിട്ട് വെച്ചു, കാരണം പോയിന്റുള്ള നമ്പർ അല്ലേ, അതുകൊണ്ട്. ഇനി നെക്സ്റ്റ്, റേഡിയസും ഏരിയയും പെരിമീറ്ററും ഫ്ലോട്ട് ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തു. കാരണം എന്താ? ഏരിയയും പെരിമീറ്ററും പൈയൊക്കെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണതാണ്. അതുകൊണ്ട് നമുക്ക് പോയിൻ്റൊക്കെ വരാം. ഇപ്പോൾ റേഡിയസ് ആണെങ്കിലും പോയിൻ്റ് വരാം. അതുകൊണ്ട് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ നമ്മൾ 3 എണ്ണം ഡിക്ലെയർ ചെയ്തു, റേഡിയസും ഏരിയയും പെരിമീറ്ററും. ഇനി എന്താ ചെയ്യേണ്ടത്? മെസ്സേജിനെ കാണിക്കണം അല്ലേ? എന്താ എൻ്റർ ചെയ്യാൻ പറയേണ്ടത്? എന്ത് കൊടുത്താലേ നമുക്ക് പെരിമീറ്റർ ആണെങ്കിലും ഏരിയ ആണെങ്കിലും നമുക്ക് കിട്ടുക? റേഡിയസ് കൊടുക്കണം അല്ലേ? റേഡിയസ് കൊടുത്താലാണ്, ഒരു സർക്കിളിൻ്റെ റേഡിയസ് പറഞ്ഞാലാണ് ആ ഒരു സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കുള്ളൂ. അപ്പോൾ എന്താ വെക്കേണ്ടത്? സി ഔട്ടിൽ എൻ്റർ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് വെച്ചു. റേഡിയസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ CNൽ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയസ് എൻ്റർ ചെയ്യണം അല്ലേ? റേഡിയസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള വാരിയബിൾ എന്താണ്? മുകളിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അത് വേണം CNൽ. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഏത് വാരിയബിൾ ആണോ ഡിക്ലെയർ ചെയ്ത് മുകളിൽ വെച്ചിട്ടുള്ളത് അതിലേക്ക് വേണം കേട്ടോ നമ്മൾ ഇൻപുട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ CN എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് ആ വാരിയബിൾ ആയിരിക്കണം. അപ്പോൾ റേഡിയസിന് വേണ്ടി നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള വാരിയബിളാണ് റേഡിയസ്. അപ്പോൾ CN എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് റേഡിയസ് എന്ന് പറയുന്ന വാരിയബിളാണ്. അപ്പോൾ എന്നാലാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആ വാരിയബിളിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ CN റേഡിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ റേഡിയസ് വാല്യൂ എന്താണോ അത് കൊടുക്കും. ഇനി അതവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഏരിയ കണ്ടുപിടിക്കുകയാണ്. ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് ഇൻറ്റു റേഡിയസ്. പൈ r² എന്നല്ലേ? അപ്പോൾ r ഇൻറ്റു r എന്ന് പറയുന്നതാണ് ഈ r². അതുകൊണ്ടാണ് റേഡിയസ് ഇൻറ്റു റേഡിയസ് എന്ന് എഴുതിയത്. അപ്പോൾ ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് ഇൻറ്റു റേഡിയസ്. അപ്പോൾ അവിടെ ഏരിയ കണ്ടുപിടിക്കും. നെക്സ്റ്റ് ആണ് പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട്. പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു r. 2πr എന്നല്ലേ? അപ്പോൾ 2 ഇൻറ്റു പൈ ഇൻറ്റു r എന്ന് പറയുന്നതാണ്, അതായത് 2 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറയുന്നതാണ് പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഏരിയയും പെരിമീറ്ററും അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. നമുക്കതിനെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ എന്തെഴുതുക? അപ്പോൾ ഇവിടെ എഴുതുക, സി ഔട്ട് ഏരിയ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു ഏരിയ.
അപ്പോൾ അവിടെ ഏരിയ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അവിടെ ഒരു പുതിയ ആളുണ്ട് /n എന്ന് പറഞ്ഞിട്ട്. എന്താണ് /n? അതായത് ഇപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഏരിയ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നമുക്ക് പെരിമീറ്ററും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ സി ഔട്ടിൽ. അപ്പോൾ അത് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് /n യൂസ് ചെയ്യുക. /n എന്ന് പറയുന്നത് ന്യൂ ലൈൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് ന്യൂ ലൈനിൽ പ്രിൻറ്റ് ചെയ്യേണ്ടത് അതവിടെ വെച്ചാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ന്യൂ ലൈനിൽ അടുത്ത സി ഔട്ടിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് അത് താഴെ വരും. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു ഏരിയ അവിടെ പ്രിൻറ്റ് ചെയ്തു, /n അവിടെ ഇടുക. അപ്പോൾ നെക്സ്റ്റ് പെരിമീറ്റർ താഴെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ താഴെ എഴുതുക സി ഔട്ട് പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു പെരിമീറ്റർ. ലാസ്റ്റ് റിട്ടേൺ 0 പറയാം. അതിൻ്റെ ഔട്ട്പുട്ട് താഴെ തന്നിട്ടുണ്ട്. എൻ്റർ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പോൾ സർക്കിൾ അവിടെ എൻ്റർ ചെയ്തിട്ടുള്ള എന്താ 2.5 അല്ലേ. എന്നിട്ട് അതിൻ്റെ താഴെ എന്തുണ്ട് ഏരിയ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു ആ വാല്യൂ ഉണ്ട്. അതിൻ്റെ താഴെ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി ആ /n നമ്മൾ അവിടെ ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നേരെ ആയിരിക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരിക. ഏരിയ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു ഏരിയയുടെ വാല്യൂ ഉണ്ടാവും, നേരെ തന്നെ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ന്യൂ ലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് /n അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടു ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. P × N × R/100 അല്ലേ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കണം. P × N × R/100. P എന്ന് പറയുന്നത് എന്താ പ്രിൻസിപ്പൽ എമൗണ്ട്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഹെഡർ ഫയൽസൊക്കെ അതുപോലെ എഴുതാം. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിംസ്പേസ് std ഇൻറ്റു മെയിൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി എന്തൊക്കെ നമുക്ക് വാരിയബിൾസ് വേണമെന്ന് ആലോചിക്കുക. എന്തൊക്കെ വേണം? പ്രിൻസിപ്പൽ എമൗണ്ട് വേണം, നമ്പർ ഓഫ് ഇയറിന് ഒരു വാരിയബിൾ വേണം, റേറ്റിന് വാരിയബിൾ വേണം, പിന്നെ എന്താ നമുക്ക് ആ ഒരു എമൗണ്ട് വേണ്ടേ, എമൗണ്ട് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ആ ഒരു എമൗണ്ടിനുള്ള വാരിയബിളും വേണം. അപ്പോൾ ഇവിടെ ഫ്ലോട്ടിലാണൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഫ്ലോട്ടിൽ P എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട്, N ഇയർ നമ്പർ ഓഫ് ഇയേഴ്സ്, I റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻറ്റ് എമൗണ്ട് അതായത് നമ്മുടെ ഫൈനൽ എമൗണ്ട്. അപ്പോൾ ഇത്രയും വാരിയബിൾസ് ഉണ്ട്, 4 വാരിയബിൾസ് ഉണ്ട്. ഇനി എന്തൊക്കെ എൻ്റർ ചെയ്യണം? എന്തൊക്കെ എൻ്റർ ചെയ്താലും നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുക? പ്രിൻസിപ്പൽ എമൗണ്ട് എൻ്റർ ചെയ്യണം, നമ്പർ ഓഫ് ഇയേഴ്സ് എൻ്റർ ചെയ്യണം, റേറ്റ് അല്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൊടുത്താലാണ് നമുക്ക് എന്താണ് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ ഓരോന്നും സെപ്പറേറ്റ്ലി എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സി ഔട്ടിൽ മെസ്സേജ് വെച്ചു എൻ്റർ ദി പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ റുപ്പീസ്. അപ്പോൾ സീനിൽ നമ്മൾ എന്ത് കൊടുക്കുക? P എമൗണ്ട് എന്ന് പറയുന്ന വാരിയബിൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് P എമൗണ്ടിൽ കയറും. നെക്സ്റ്റ് സി ഔട്ടിൽ പറയുകയാണ് എൻ്റർ ദി നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ദി ഡെപ്പോസിറ്റ്, കാലയളവ് എത്രയാണെന്നുള്ളത്. അപ്പോൾ സീനിൽ N ഇയർ അതാണ് വാരിയബിൾ. അപ്പോൾ നമ്മൾ എന്താണോ ഇയർ നമ്പർ കൊടുക്കുന്നത് അത് N ഇയർ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് കയറും. നെക്സ്റ്റ് സി ഔട്ടിൽ പറയുകയാണ് എൻ്റർ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പെർസെൻറ്റേജിലുള്ള ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാല്യൂ എൻ്റർ ചെയ്യുക. അപ്പോൾ സീനിൽ നമ്മൾ എന്ത് കൊടുക്കണം? I റേറ്റ് എന്ന് പറയുന്ന വാരിയബിൾ കൊടുക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന റേറ്റ് I റേറ്റിലേക്കാണ് കയറേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാരിയബിൾ എന്താ? ഇൻറ്റ് എമൗണ്ട് എന്ന് പറയുന്ന വാരിയബിളാണ്. അപ്പോൾ ഇൻറ്റ് എമൗണ്ട് ഈക്വൽ ടു P എമൗണ്ട് ഇൻറ്റു N ഇയർ ഇൻറ്റു I റേറ്റ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ അവിടെ ഇൻറ്റ് എമൗണ്ടിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അതിനെ ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എന്താ? സി ഔട്ടിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദി പ്രിൻസിപ്പൽ എമൗണ്ട് അത് ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് അത് അതുപോലെ തന്നെ വരും. P എമൗണ്ട് അതിന് ഡബിൾ കോട്ട് ഇല്ല, അപ്പോൾ P എമൗണ്ടിൻ്റെ വാല്യൂ ആണ് വരിക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇട്ടിട്ടുണ്ട് റുപ്പീസ് ഫോർ എ പീരീഡ് ഓഫ് അത് ഡബിൾ കോട്ട്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് അതുപോലെ തന്നെ വരും. N ഇയർ അതിൻ്റെ വാല്യൂ വരും. ഇയേഴ്സ് അറ്റ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് അതുപോലെ തന്നെ വരും. I റേറ്റ് ഈസ് ഇൻറ്റ് എമൗണ്ട് റുപ്പീസ്. ഇങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഔട്ട്പുട്ടിൽ എന്താണുള്ളത്? എൻ്റർ ദി പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻ റുപ്പീസ് 100 കൊടുത്തിട്ടുണ്ട്. എൻ്റർ ദി നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ ദി ഡെപ്പോസിറ്റ് അത് 2 കൊടുത്തിട്ടുണ്ട്. എൻ്റർ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് അത് 10 കൊടുത്തിട്ടുണ്ട്.
ഇനി അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വരുന്നത്, സി ഔട്ടുള്ളതാണ് വരുന്നത് അല്ലേ. എന്താ വരിക, സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദി പ്രിൻസിപ്പൽ എമൗണ്ട്, പി എമൗണ്ട് കൊടുത്തോടത്ത് 100 വന്നു. റുപ്പീസ് ഫോർ എ പീരീഡ് ഓഫ് n ഇയർ കൊടുത്തോടത്ത് 2 വന്നു. ഇയേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐ റേറ്റ് കൊടുത്തോടത്ത് 10 വന്നു. ഈസ് ഇൻ്റെ എമൗണ്ട് കൊടുത്തോടത്ത് 20 വന്നു റുപ്പീസ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദി പ്രിൻസിപ്പൽ എമൗണ്ട് 100 റുപ്പീസ് ഫോർ എ പീരീഡ് ഓഫ് 2 ഇയേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ഈസ് 20 റുപ്പീസ്. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് വന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. സ്ട്രിങ് ആയിട്ടും വാല്യൂ ഒക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പം ഇങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഒന്നുകൂടെ പറയാം, ആദ്യമേ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ടും നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെയും എമൗണ്ടിൻ്റെയും നെറ്റ് എമൗണ്ടിൻ്റെയും ഫുള്ള് വാരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് വെക്കുക. ഓരോന്നും എൻ്റർ ചെയ്യാൻ പറയുക, ഓരോന്നും എൻ്റർ ചെയ്യുക, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ലാസ്റ്റ് അതിന് ഡിസ്പ്ലേ ചെയ്യുന്നു, റിട്ടേൺ 0 പറയുന്നു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടു കൺവേർട്ട് ടെമ്പറേച്ചർ ഫ്രം സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്. സെൽഷ്യസിലുള്ള ഇപ്പോൾ ടെമ്പറേച്ചർ കൺവേർഷനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ. അപ്പോൾ സെൽഷ്യസിലെ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ 2 യൂണിറ്റുകളാണ് ഈ സെൽഷ്യസും ഫാരൻഹീറ്റൊക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെൽഷ്യസിലൊരു ടെമ്പറേച്ചർ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, 1.8 ഇൻറ്റു സെൽഷ്യസ് പ്ലസ് 32. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക എന്താണ് ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹെഡർ ഫയൽസ് ചെയ്ത ഹാഷിംഗിലൂടെ IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മെയിൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം അല്ലേ. എന്തൊക്കെ ഡിക്ലെയർ ചെയ്യണം, സെൽഷ്യസും ഫാരൻഹീറ്റും മാത്രം മതി. കാരണം ഇക്വേഷനിൽ 1.8 ഇൻറ്റു സെൽഷ്യസ് പ്ലസ് 32 അല്ലേ. അപ്പോൾ അവിടെ വാരിയബിളായിട്ട് നിൽക്കുന്നത് സെൽഷ്യസ് മാത്രമാണ്, ബാക്കിയൊക്കെ വാല്യൂ അല്ലേ. അപ്പോൾ സെൽഷ്യസിന് വേണ്ടിയിട്ടൊരു വാരിയബിളും വേണം, ഫാരൻഹീറ്റ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു വാരിയബിളും വേണം. അപ്പോൾ 2 വാരിയബിൾസ് മതി. ഇനി എന്താ എൻ്റർ ചെയ്യാൻ പറയേണ്ടത്, സെൽഷ്യസ് ആണ് എൻ്റർ ചെയ്യാൻ പറയേണ്ടത്. അപ്പോൾ സി ഔട്ടിൽ എഴുതുക എൻ്റർ ദ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സെൽഷ്യസ് വാല്യൂവിൻ്റെ കറക്റ്റ് ഫാരൻഹീറ്റ് കണ്ടുപിടിച്ച് വരും. അപ്പോൾ എൻ്റർ ദി ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് നമ്മൾ സി ഔട്ടിൽ ഡിസ്പ്ലേ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, സെൽഷ്യസ് എൻ്റർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, സി ഇൻ സെൽഷ്യസ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ സെൽഷ്യസ് എന്ന് പറയുന്ന വാരിയബിളിലേക്ക് കയറും. ഇനി സെൽഷ്യസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്താൽ മതി, ഫാരൻഹീറ്റ് കണ്ടുപിടിക്കണം. ഫാരൻഹീറ്റ് ഈക്വൽ ടു 1.8 ഇൻറ്റു സെൽഷ്യസ് പ്ലസ് 32 ഇക്വേഷൻ എഴുതി. ഇനി എന്ത് ചെയ്യണം, ഫാരൻഹീറ്റിനെ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കിയേ, നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്ത പോലെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. സെൽഷ്യസ് ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് ഡിഗ്രി ഫാരൻഹീറ്റ്, അങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരിക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ലാസ്റ്റ് റിട്ടേൺ 0 പറഞ്ഞിട്ടുണ്ട്. ഔട്ട്പുട്ട് നോക്കുക, ഔട്ട്പുട്ടിൽ എന്തുള്ളത്, എൻ്റർ ദി ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് 37 കൊടുത്തിട്ടുണ്ട് സെൽഷ്യസ്. അപ്പോൾ നമുക്ക് എന്താ വരിക ഔട്ട്പുട്ട്, 37 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 98.599998 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ ഒരു ടൈപ്പിൽ ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ്ലി കൊടുത്താലും കുഴപ്പമില്ല. ഇത് കുറച്ചുകൂടി ഭംഗിയിൽ നല്ലൊരു ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. ഇങ്ങനെയും നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമാണ് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് C++ പ്രോഗ്രാമാണ്, ടു ഫൈൻഡ് ദ ആസ്കി വാല്യൂ ഓഫ് എ ക്യാരക്ടർ. ആസ്കി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്. നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ കീബോർഡിലുള്ള ഓരോ വാല്യൂസിനും അല്ലേ, ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ആസ്കി വാല്യൂ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോഗ്രാമാണിത്. നമ്മൾ ഏത് ക്യാരക്ടറാണോ എൻ്റർ ചെയ്യുക അതിൻ്റെ ആസ്കി നമ്പർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് തരും. അപ്പോൾ അത് എഴുതാനുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ 65 ആണ്. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ A കൊടുത്താൽ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിച്ച് കിട്ടണം, 65 എന്ന് കണ്ടുപിടിച്ച് കിട്ടണം. ഇതാണ് പ്രോഗ്രാം. അപ്പോൾ ഹെഡേഴ്സൊക്കെ എഴുതുക, ഹാഷിംഗ് ലോഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റു മെയിൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, 2 വാരിയബിൾസാണ് നമുക്കിവിടെ വേണ്ടത്. ഒന്ന് നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട്, 2 ആസ്കി കണ്ടുപിടിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ആസ്കി നമ്പറിന് വേണ്ടിയിട്ടുള്ളൊരു വാരിയബിൾ. അങ്ങനെ 2 എണ്ണം വേണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ക്യാരക്ടർ ആയതുകൊണ്ട് ആ ഒരു വാരിയബിളിനെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം, ക്യാർ ആയിരിക്കണം.
ക്യാർ ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ ക്യാർ CH എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു, ക്യാർ CH. അപ്പോൾ CH എന്ന് പറയുന്ന വാരിയബിളാണ് നമ്മൾ ക്യാരക്ടർ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യണത്. നെക്സ്റ്റ് ആസ്കി എന്ന് പറയുന്നത് നമ്പർ അല്ലേ, ഒരു പോയിന്റ് ഇല്ലാത്ത ടൈപ്പ് ഒരു നമ്പർ ആയതുകൊണ്ട് ആസ്കിക്ക് വേണ്ടിയിട്ടുള്ള വാരിയബിൾ ഇൻറ്റ് ടൈപ്പിൽ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് ASC എന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ 2 വാരിയബിൾ ഉണ്ട്, CHഉം ASCയും. അപ്പോൾ ക്യാർ CH ഇൻറ്റ് ASC. അപ്പോൾ 2 വാരിയബിൾ ഡിക്ലറേഷൻ അവിടെ കഴിഞ്ഞു. ഇനി എന്താ എൻ്റർ ചെയ്യാൻ പറയേണ്ടത്? എന്ത് കൊടുത്താലും നമുക്ക് ആസ്കി കിട്ടുക, ക്യാരക്ടർ കൊടുത്താലാണ് ആസ്കി നമ്പർ കിട്ടുക അല്ലേ. അപ്പോൾ എന്ത് എൻ്റർ ചെയ്യാൻ പറയണം? സി ഔട്ട് എൻ്റർ ദി ക്യാരക്ടർ. ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്യാരക്ടർ എൻ്റർ ചെയ്യുക. സീൻ ഏതിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്? CH എന്ന് പറയുന്നതിലേക്ക് അല്ലേ, സീൻ CH. അപ്പോൾ നമ്മളവിടെ CHലേക്ക് ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടാവും. ഇനി അവിടെ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ആസ്കി കണ്ടുപിടിക്കണം അല്ലേ. ഒന്നുമില്ല, ജസ്റ്റ് ASC = CH എന്ന് എഴുതിയാൽ മതി. അതായത് ഈ ഒരു ലൈൻ ശ്രദ്ധിക്കുക, ASC = CH അല്ലേ. നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ഇരിക്കുന്നത് CHലാണ്. ആ CHന്ന് അതിൻ്റെ വാല്യൂവിനെ ASCയിലേക്ക് കൊടുക്കുകയാണ് അല്ലേ. നമ്മൾ എന്ത് ഈക്വൽ ടു എന്ന് എഴുതി പറഞ്ഞാലും റൈറ്റ് സൈഡിലുള്ള വാല്യൂവിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുകയായിരിക്കും ചെയ്യുക. A = 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3നെ Aയിലേക്ക് കൊടുക്കുകയാണ്. A = B എന്ന് പറഞ്ഞാൽ Bനെ Aയിലേക്ക് കൊടുക്കുകയാണ് അല്ലേ. എപ്പോഴും റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് അസൈനിങ് നടക്കുന്നത്. അപ്പോൾ ASC = CH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ക്യാരക്ടർ CHലുണ്ട്, ആ CHനെ ASCയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ASCയിലേക്ക് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നമ്പറായിട്ട് അവിടെ മാറും. കാരണം ASC എന്ന് പറയുന്നതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഇൻ്റ് ആണ് അല്ലേ. അപ്പോൾ ക്യാർ ടൈപ്പിലുള്ളൊരു ഡാറ്റേനെ ഇൻ്റ് ടൈപ്പിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആസ്കി കോഡ് അവിടെ കിട്ടിക്കോളും, ASCയിൽ സ്റ്റോർ ആയിക്കോളും. അപ്പോൾ ASC = CH എന്ന് എഴുതിയാൽ CH എന്ന് പറയുന്ന വാല്യൂ ASCയിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇൻ്റായിട്ട് അവിടെ കൺവേർട്ടായിട്ട് മാറിക്കോളും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ആ ASCനെ ഡിസ്പ്ലേ ചെയ്താൽ മതി, നമുക്ക് ആസ്കി നമ്പർ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാണ് സി ഔട്ട് ആസ്കി വാല്യൂ ഓഫ് CH = ASC. ലാസ്റ്റ് റിട്ടേൺ 0 പറയാം. അപ്പോൾ ഔട്ട്പുട്ട് ശ്രദ്ധിക്കുക, എൻ്റർ ദി ക്യാരക്ടർ എന്നുണ്ട്, അത് നമ്മൾ A എന്ന് കൊടുത്തു. അപ്പോൾ എന്താ വരിക? ആസ്കി വാല്യൂ ഓഫ് A = 65. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് പ്രോഗ്രാം എഴുതുക. എന്ത് പ്രോഗ്രാം എഴുതുകയാണെങ്കിലും നമ്മൾ ഒരു പ്രോഗ്രാം ഫേസിങ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണ് എന്താണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ. ഫസ്റ്റ് സ്റ്റേജാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിലേക്ക് വരുന്ന വാരിയബിൾസ്, ഡാറ്റ ടൈപ്പ്, ഇതൊക്കെ എന്താണ് എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഓരോ പ്രോഗ്രാം ഡിസ്പ്ലേ ചെയ്യുമ്പോഴും ഏതൊക്കെ വാരിയബിൾ ആണ് വേണ്ടത്, അതൊക്കെ എന്ത് ടൈപ്പ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ ആദ്യം ചിന്തിച്ച് വെക്കുക. എന്നിട്ട് നമ്മളുടെ വാരിയബിൾ ഡിക്ലറേഷൻ അവിടെ ഭംഗിയായിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു മെസ്സേജ് എന്ത് കൊടുത്താലാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്നൊന്നും നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടൊരു മെസ്സേജ് വെക്കുക, അതിന് ഇൻപുട്ട് ചെയ്യുക, പിന്നെ അവിടെ പ്രോസസ്സിങ് ചെയ്യുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റും. ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും.